everyone. Welcome to a brand new episode of Dream Walker. Dream Walkerന്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് കടമകുടിയിലാണ്. ചെമ്മീൻ കെട്ടുകളും കായലുകളും പൊക്കാളിപ്പാടങ്ങളും ഒക്കെ കൊണ്ട് സമ്പൂർണ്ണമായ കൊച്ചിയുടെ സ്വന്തം കടമകുടി. ശരിക്കും എന്താണ് കടമകുടി? എന്താ അവിടുത്തെ പ്രത്യേകത? വാ പറഞ്ഞുതരാം. 14 ദ്വീപുകളുള്ള ഒരു വലിയ ദ്വീപ സമൂഹമാണ് കടമകുടി. നമ്മുടെ എറണാകുളം ടൗണിൽ നിന്ന് വെറും 15 കിലോമീറ്റർ ആണ് കടമകുടിയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ എത്താനും വളരെ എളുപ്പമാണ്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ഒത്തിരി ഉണ്ട്. സോ ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ കടമകുടി ഡയറീസ്. കാണുന്നതൊക്കെയാണ് കടമകുടി സോൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പുഴയും കായലും കൈവഴികളും കാഴ്ചകളും ഇതൊക്കെയാണ് ഈ നാടെന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ നാട്ടുകാർ. ചേട്ടൻ കണ്ടില്ലേ, ഷായ് ചേട്ടൻ നമ്മുടെ കൂടെ നിന്നുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ തന്നെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഭയങ്കര നമുക്കൊരു നാട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനിച്ചു വളർന്ന നാട്ടുകാർ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ നാട് കംപ്ലീറ്റ് ആവില്ലല്ലോ. സോ ഷായ് ചേട്ടാ ഹലോ, ഇവിടെ ഹലോ. ചേട്ടന് എത്ര വർഷമായി ഇത് ഈ ഒരു തുടങ്ങിയിട്ട്, മത്സ്യബന്ധനം ഇതൊക്കെ തുടങ്ങിയിട്ട്? നമ്മുടെ കുട്ടിക്കാലം തൊട്ട് ഈ പാടത്ത് തന്നെ ഉള്ള പരിപാടിയാണ്. മീൻ പിടുത്തവും കൃഷിയുള്ളപ്പോ ഈ കൊയ്യാൻ പോക്ക് അങ്ങനെയുള്ള ചെറുപ്പത്തിലെ അച്ഛനൊക്കെ ആയിട്ടൊക്കെ പോകും. ഇവിടുത്തെ ഉപജീവന മാർഗം മത്സ്യമാണ് കൂടുതലും. എല്ലാരും ഏറ്റവും കൂടുതൽ നിങ്ങൾ കഴിക്കുക മത്സ്യം തന്നെയായിരിക്കും അല്ലേ? അങ്ങനെ അധികം കഴിക്കില്ല, ആഴ്ചയിൽ 2 ദിവസമൊക്കെ എടുക്കുള്ളൂ മത്സ്യം. ആണോ? പിന്നെ ബാക്കി പച്ചക്കറി അങ്ങനെയുള്ള കഴിക്കും. നിങ്ങൾക്കിപ്പോ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇപ്പൊ ഈ കിളികളുടെയും ഇതിന്റെ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു സൗണ്ട് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുമോ? ഈ കേട്ട് ശീലിച്ചതുകൊണ്ട് അപ്പോൾ അതുങ്ങൾ വന്നില്ല, പക്ഷികൾ വന്നില്ല. അപ്പൊ വെള്ളം നിറയുകയാണെങ്കിൽ വരില്ല. വെള്ളം ഇതൊരു വറ്റിക്കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ അതുങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണങ്ങൾ കിട്ടും വെള്ളം പറ്റുമ്പോ. ഇത് കടലോട് വെയിലിറക്കവും വെയിലായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ വെയിൽ ഇറക്കത്ത് പക്ഷികൾ വരും, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും. വെള്ളം പൊങ്ങിക്കണമെങ്കിൽ മരത്തിന്റെ മുകളിലൊക്കെ നിൽക്കുള്ളൂ, പാടത്തിറങ്ങൂല. ഇതിപ്പോ വലിയ ആഴമില്ലല്ലേ? ആഴമില്ല. നമ്മളിപ്പോൾ വന്നിട്ടുള്ളതാണ് കടമകുടിയിലെ ലേക്ക് വ്യൂ പോയിന്റ്, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതിവിടെ നോർമലി എല്ലാവരുടെയും ഒരു മെയിൻ ഹാങ് ഔട്ട് സ്പോട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടികളൊക്കെ ഈ സൈഡിൽ പാർക്ക് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ കിട്ടിലും വ്യൂസ് ഒക്കെ കണ്ടു നിൽക്കാം. സൺസെറ്റ് ആണെന്നുണ്ടെങ്കിലും സൺറൈസ് ആണെന്നുണ്ടെങ്കിലും കൊച്ചിയിലെ ഏറ്റവും നല്ല സൺറൈസ് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുട്ടി കുട്ടി ടീ ഷോപ്സ് ഒക്കെ ഉണ്ട്.
സ്പെഷ്യാലിറ്റിയാണ് ഷാപ്പുകൾ. ഇവിടെ വരുന്നവർ ഏതെങ്കിലും ഒരു ഷാപ്പിൽ കയറിയിട്ടാണ് എന്തായാലും പോവാറ്. ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ജോഷി ചേട്ടൻ്റെ ഷാപ്പിലാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് പോർക്ക് റോസ്റ്റ്, ബീഫ്, ഇത് റോസ്റ്റ്, ഇത് ചെമ്മീൻ, നാരഞ്ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇത് കേരക്കറി, പിന്നെ കഴിക്കാൻ കപ്പയുണ്ട്, പിന്നെ പൊടിമീൻ വറുത്തതുണ്ട്, കൊഴുവ വറുത്തത്, കക്ക ഇവിടെ തന്നെ കിട്ടണം. ഇത് എല്ലാ ദിവസവും ഉണ്ടാവോ? ഇത് ഈ കെട്ടില ബിലോപ്പി പൊരിച്ചത്, നാടൻ മീനാണ്, പിന്നെ കൊഞ്ച് പൊരിച്ചത്. നല്ല കിട്ടില ഫുഡും കള്ളിഷ്ടമുള്ളവർക്ക് നല്ല കിട്ടില കള്ളും കിട്ടിലും ഒരു വ്യൂവും കേട്ടതൊക്കെ ഇങ്ങനെ വിശാലായിട്ട് ഫുഡ് കഴിക്കാം. കടമക്കുടിയുടെ മെയിൻ അട്രാക്ഷൻ ആണ് വാട്ടർ റൈഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കയാക്കിംഗ്. നമ്മൾ ഇന്ന് അത് ട്രൈ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അതിന് മുമ്പായിട്ടൊരു 10 മിനിറ്റ് ബ്രീഫിംഗ് ഉണ്ട്. നമുക്കത് കേട്ടിട്ട് വരാം. കടമക്കുടി വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അഡ്വഞ്ചർ സ്പോട്ടാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൊച്ചിക്കാർ പോലും തിരിച്ചറിയാൻ വൈകിപ്പോയ സ്ഥലമാണ് കടമക്കുടി. ഇവിടുത്തെ ഒരു ഭയങ്കര ഡിഫറൻസ്, ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ഒരു കയാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മോർണിംഗോ അല്ലെങ്കിൽ നമുക്ക് സൺസെറ്റോ ആണ് കൂടുതൽ ഇവിടെ എല്ലാവരും വരാറുള്ളത്. മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5:30 എങ്കിലും മിനിമം എത്തണം. നമുക്കൊരു 10 മിനിറ്റ് ബ്രീഫിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം വിചാരിക്കും ഭയങ്കര ടാസ്ക് ആണെന്ന്, പക്ഷേ ഭയങ്കര ഒരു ഈസിയാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഷോർട്ടായിട്ട് ഒരുപാട് ദൂരം പോവുകയാണെങ്കിൽ തുരുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ കയാക്കിംഗ് ചെയ്തിട്ട് വരാം. അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളത് എന്തായാലും ഇഷ്ടപ്പെടും. ഒത്തിരി സ്പോട്ട് നമുക്കിവിടെ കവർ ചെയ്യാൻ തന്നെയുണ്ട്. ഈ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാണ്. അവിടെ നമുക്ക് ചീനവലകളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് വരാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ ഇതാണ് എൻ്റെ കടമക്കുടി എക്സ്പീരിയൻസ്. നിങ്ങളുടെയോ?